ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ യൂറോ യൂസ്ഡ് നിഫ്റ്റി ഇതിൻ്റെ മൂന്നിന് ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന് ഫസ്റ്റ് എപ്പോഴത്തെ പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഗോൾഡിൽ നോക്കുവാണെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതിലെ മേജർ ട്രെൻഡ് നോക്കുവാണെങ്കിൽ സെല്ലിലേക്ക് തന്നെയാണ്. ഓക്കെ അല്ലേ, മേജർ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ആ സെല്ലിലേക്ക് തന്നെയായിരുന്നു ഗോൾഡിൽ ഉണ്ടായിരുന്നത്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിലും ആ മേജർ ട്രെൻഡിലെ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു. ഇതിന് ശേഷം എന്താണ് ഇവിടുന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു മൈനർ ട്രെൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റത്തെ ഒരു സാധ്യത എന്ന് പറയുമ്പോൾ ഇപ്പോൾ മേജർ ട്രെൻഡിന് ശേഷമുള്ളൊരു മൈനർ ട്രെൻഡ് കേട്ടോ. അതിലെ ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം എന്താണ് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സെല്ലിംഗ് സോണും കാണാനായിട്ട് പറ്റും ഈ പ്രീമിയത്തിൽ. ഇനി മാർക്കറ്റ് വന്ന് ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് 1 മിനിറ്റിലെ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഗോൾഡിലൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ മേജർ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷമുള്ള മൈനർ ട്രെൻഡാണ് ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഒരു ഫസ്റ്റത്തെ സാധ്യത എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ശേഷം ഇപ്പോൾ മാർക്കറ്റ് ഇതിനൊന്നും റെസ്പെക്റ്റ് ചെയ്തില്ല, മുകളിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു സെല്ല് നോക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരുമ്പോഴും നമുക്ക് ഇവിടുന്ന് ഒരു സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ രണ്ട് സാധ്യതയാണ് ഇപ്പോൾ ഫസ്റ്റ് കാണുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഗോൾഡിൽ വന്നിട്ട് എന്താണ് ഇപ്പോൾ കൂടുതൽ ടൈമിൽ ഇപ്പോൾ വരുന്നതെന്ന് പറയുന്നത് ഈ സെൽ സോണിലേക്ക് വന്നാലും ജസ്റ്റ് ഹൈലൊന്നും സ്വീപ്പ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിലും ഒരു സെല്ലിലേക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇതിന് മുകളിലോട്ട് ക്യാൻ ക്ലോസോ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സെല്ല് നോക്കണ്ട. പിന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷം ഒരു സെല്ല് നോക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ റിവേഴ്സ് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യത കൂടുതലുണ്ട്. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് അതിന് മുകളിൽ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സാധ്യത ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്ന് വെച്ചതിന് ശേഷം കൺഫർമേഷൻ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഹൈനൊന്ന് സ്വീപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇതല്ലാന്നാണെങ്കിൽ പിന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷമുള്ള എൻട്രി നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് ഇവിടുന്ന് തന്നെ വീണ്ടും വന്ന് ഈ സെല്ലിംഗ് സോണിലേക്ക് ടച്ച് ചെയ്തിട്ട് വീണ്ടും വന്ന് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുകയെന്നാണെങ്കിൽ ഇത് നമുക്കൊരു മൈനർ BOS ആയിട്ട് എടുക്കാം. പിന്നെ ഇതിൻ്റെ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെ നോക്കി നമുക്ക് ട്രേഡുകളുടെ അടുത്ത് പോകാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സാധ്യതയ്ക്ക് ഗോൾഡിൽ കാണുന്നുള്ളൂ. പിന്നെ മാർക്കറ്റ് കുറച്ചൊരു വീക്കായിട്ടാണ് കാണുന്നത്. അത്രയും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ട്രെൻഡോ കാര്യങ്ങളൊന്നും ഇവിടെ പുഷ് ചെയ്ത് പോകുന്നത് കാണുന്നില്ല. കുറച്ച് നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇനി അതേപോലെ തന്നെ യൂറോ യൂസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഇപ്പോൾ എന്താണ് ഇന്നലെ നമ്മൾ പറഞ്ഞു വരുന്നത് സെൽ സോണിലേക്കൊക്കെ ടച്ച് ചെയ്തു. അതിനുശേഷം ബൈയിലേക്ക് ഒരു പുൾ ബാക്കും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ. പിന്നീട് സെല്ല് നോക്കുന്നത് കുറച്ച് റിസ്ക് ആയിരുന്നു. ഇവിടുന്ന് സെൽ സോണിലേക്ക് ടച്ച് ചെയ്തതിന് ശേഷം എന്താണ് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ സെൽ സോണിലേക്ക് വന്നത്. അതുകൊണ്ട് അത്ര എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. ഇതിന് ശേഷമുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ബൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ബയ്യേഴ്സ് പുഷ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ബൈയിങ് സോൺ വരെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഈ ഒരു ബൈയിങ് സോൺ വന്നാലാണ് ബയ്യേഴ്സ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വരാൻ സാധ്യത കൂടുതൽ. അത് വേണമെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രീമിയത്തിൽ സെല്ല് നോക്കാനായിട്ട് പറ്റും. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് ഒരു മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഇന്നത്തെ ദിവസം എടുത്തേക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു കൺഫർമേഷന് യൂറോ യൂസ്ഡിൽ കിട്ടുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു സെല്ല് നോക്കി പോകുന്നതിന് കുഴപ്പമില്ല. പിന്നെ ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ബൈയിങ് സോൺ വരെ ആയിരിക്കും നോക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഈ ഒരു സാധ്യതയാണ്. ഇനി ഇതിൻ്റെ ഇവിടുത്തെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ഈ ലോയിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിലേക്കുള്ള BOS ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ട്രെൻഡിലൊക്കെ ട്രേഡ് നോക്കാം. ഈ ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം പിന്നെ അഗ്രിസീവായിട്ട് സെല്ലോ കാര്യങ്ങളൊന്നും നോക്കണമെന്നില്ല. ഇവിടുന്ന് ബൈയിലേക്ക് ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ബൈയിലേക്ക് ഒരു ട്രേഡ് ആയിരിക്കും നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. കാരണം ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത കാണുന്നുണ്ട്. ഒരു ബൈയിങ് സോണും അടുത്ത് തന്നെയുണ്ട്. ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ബൈയിലേക്കായിരിക്കും സാധ്യത കൂടുതൽ വരുന്നത് കേട്ടോ. ഇത്രയും സാധ്യതയെ യൂറോ യൂസ്ഡിലുള്ളൂ. ഇനി പ്രീമിയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സെൽ സോണോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് മാത്രമാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിലും മുകളിലോട്ട് പോയിട്ടാണെങ്കിൽ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് സെല്ലിലേക്ക് ഇട്ടുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു സെൽ എൻട്രി നോക്കി പോകുന്നതിനും കുഴപ്പമില്ല. ഇത്രയും സാധ്യതയെ യൂറോ യൂസ്ഡിലും വരുന്നുള്ളൂ. ഇനി അതേപോലെ നിഫ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നലെ ലേറ്റായിട്ട് ഒരു 2:30 ശേഷം അത്യാവശ്യം നല്ലൊരു എൻട്രി ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിന്നലെ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് 15 ലിക്വിഡിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തെ സാധ്യതകളെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇനി സെല്ലിലേക്കുള്ളൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ അതായത് മേജർ ഇൻഡ്യൂസ്മെൻ്റ് എന്നൊക്കെ പറയണമെങ്കിൽ കുറച്ചും കൂടെ മുകളിലോട്ട് വരണം കേട്ടോ. പ്രൈസ് കുറച്ചും കൂടെ മുകളിലോട്ട് വരണം. പിന്നെ നമുക്ക് തൊട്ടടുത്തൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി ഓൾറെഡി മാർക്കറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ താഴോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ ബൈയിലേക്ക് ഇതിനകത്ത് നല്ലൊരു ലിക്വിഡിറ്റിയോ കാര്യങ്ങളൊന്നും ഇപ്പോൾ മാർക്ക് ചെയ്യാനായിട്ടും ഇല്ല കേട്ടോ. സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സെല്ല് നോക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ട്രെൻഡ് അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ബൈയിലേക്ക് വേറെ ലിക്വിഡിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് പിന്നെ പ്രീവിയസ് ഡേ ലോ ആയിട്ട് മാത്രമേ നോക്കാനായിട്ടുള്ളൂ. ബൈയിലേക്ക് നല്ല സ്ട്രേറ്റ് സാധ്യതയില്ല. സെല്ലിലേക്ക് മാത്രമേ ഇവിടെ നോക്കാനായിട്ടുള്ളൂ കേട്ടോ. ഇത്രയും സാധ്യത ഇന്നത്തെ ദിവസം ആകെ കാണുന്നുള്ളൂ. നല്ല നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് ഇറങ്ങുന്നത്. നമുക്ക് സെൽ സോണിലേക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ. ഇത്രയും സാധ്യതയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.